ഹലോ ഗൈസ്, അനൂസ് വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ പുതുവർഷം വരവേൽക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂരേക്ക് പോവാണ്. ഞങ്ങൾ 7 പേരാട്ടോ പോകുന്നത്. അപ്പോൾ പാലക്കാട് നിന്ന് തൃശ്ശൂരേക്ക് പോവുകയാണ്. ആലത്തൂർ വടക്കഞ്ചേരി വഴിയാണ് ഞങ്ങൾ പോകുന്നത്. ഇന്ത്യയിൽ തന്നെ വളരെ മനോഹരമായ തുരങ്കങ്ങളിലൊന്നായ കുതിരാൻ വഴിയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പറപ്പിച്ച് വിടാം കേട്ടോ. 100-110 പറപ്പിച്ച് വിടാണ്. ഉല്ലസിച്ച് ഇങ്ങനെ പോകുമ്പോഴാണ് തൃശ്ശൂർ എത്താറാവുമ്പോൾ മണ്ണുത്തി വെച്ചിട്ട് ചെറിയൊരു പണി കിട്ടുന്നത്. വേറൊന്നുമല്ല, ബാക്ക് ടയർ പഞ്ചറായിട്ടോ. വലിയൊരു ആണി തന്നെയാണ് കയറിയത്. ഞങ്ങൾക്ക് ഭയങ്കര സംശയം ഉണ്ടായിരുന്നു ആ ടയർ കടയത്തെ ആൾ തന്നെയാണ് അത് വെച്ചത്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ അവിടെ പോകുമ്പോൾ തന്നെ ഒരാളുണ്ടായിരുന്നു ബൈക്കായിട്ട്. ഞങ്ങൾ എത്തിയ ശേഷം വീണ്ടും ഒരാൾ വന്നു. ആൾക്കും സെയിം തന്നെയാണ്. കമ്മലിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ആണി പോലത്തെ ഭാഗം, അത് കയറിയിട്ടാണ് അയാൾ വന്നത്. അപ്പോൾ എല്ലാം ഈ കടയുടെ പരിസരത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ സംശയം തോന്നി, ഇയാൾ തന്നെ വെച്ചതാണോ എന്ന്. കാരണം ആൾ ഭയങ്കര ഡോസായിരുന്നു. ന്യൂ ഇയർ ആയതുകൊണ്ടും സൺഡേ ആയതുകൊണ്ടും വേറെ ഒരു കടയില്ല. 10 മണി കഴിഞ്ഞ് 10:15 ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കട മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ. വലിയ ആണി എന്നൊക്കെ വെച്ചാൽ വലിയൊരു ആണി തന്നെയാണ്. പുതിയ വണ്ടിയാണ്. ഞങ്ങൾ കുറേ നേരം റോട്ടിൽ നിന്ന് നെറ്റിൽ നിന്നൊക്കെ നമ്പർ എടുത്ത് എങ്ങനെയൊക്കെയാണ് ആളുടെ കടയിൽ എത്തിയത്. അപ്പോൾ ആളിങ്ങനെ പഞ്ചർ നോക്കി 2-3 പഞ്ചറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആളിങ്ങനെ കള്ളു കുടിച്ചിട്ടുള്ളൊരു കളി ഉണ്ടല്ലോ, അങ്ങനെയാണ് ആളൊരു സ്ഥലത്ത് കുത്തിയത്. എന്നിട്ട് പറയാണ് അവിടെ എല്ലായിരുന്നു പഞ്ചർ എന്നാണ് പറഞ്ഞത്. ലാസ്റ്റ് ഞങ്ങൾ സ്റ്റെപ്പിന് മാറ്റാമെന്ന് തീരുമാനിച്ചു. കാരണം പഞ്ചർ ഒട്ടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ ടാസ്ക്കാണ്. കാരണം ആൾ കുറച്ച് ഫിറ്റാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ മെല്ലെ സ്റ്റെപ്പിന് മാറ്റാൻ പോകാം കേട്ടോ. ഇതിപ്പോൾ സ്റ്റെപ്പിന് മാറ്റിയിട്ടാ. ഞങ്ങൾ ഭയങ്കരമായിട്ട് പേടിച്ചു. കാരണം എന്താ വെച്ചാൽ ന്യൂ ഇയർ ആണ്, കഷ്ടപ്പെട്ട് പാലക്കാട് നിന്ന് തൃശ്ശൂർ വരെ പോവാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ടയറും കൂടെ പഞ്ചറായപ്പോൾ ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റില്ല എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ കട കണ്ടുപിടിച്ചത്. ആൾ കാഴ്ചയിൽ നല്ലൊരു പണിക്കാരൻ തന്നെയാണ്. പക്ഷേ ഇങ്ങനൊരു സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ പഞ്ചറൊക്കെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടാസ്ക്കാണ്. അപ്പോൾ കറക്റ്റായിട്ട് എവിടെയാണ് പഞ്ചർ എന്ന് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഞങ്ങളിങ്ങനെ ടോർച്ചൊക്കെ അടിച്ചു കൊടുത്ത് അദ്ദേഹത്തെ സഹായിച്ചു. കാരണം ഞങ്ങളുടെ ആവശ്യമാണല്ലോ ഇത്രയും പെട്ടെന്ന് അവിടെ എത്തുക എന്നുള്ളത്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ആൾ ശരിക്ക് ഞെട്ടും പോയിട്ടൊക്കെ മുറുക്കുണ്ടോന്ന്, എയറൊക്കെ കറക്റ്റായി അടിക്കണ്ടോന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ വണ്ടി എടുത്ത് കുറച്ച് മൂവ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഞങ്ങൾ ടയർ മാറ്റി ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോവാം കേട്ടോ. തൃശ്ശൂരുള്ള സ്വരാജ് റൗണ്ടാണ്. മണ്ണൂത്തിന്ന് 6 കിലോമീറ്ററോളം ഉള്ളൂ ഇതിലേക്ക്. അപ്പോൾ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. അപ്പോൾ പിന്നെയും ലോ പ്രഷർ തന്നെയാണ് കാണിച്ചത്. അപ്പോൾ ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നു ആൾ കറക്റ്റായിട്ട് തന്നെയല്ലേ മാറ്റിയതെന്ന്. അങ്ങനെ ഞങ്ങൾ സ്വരാജ് റൗണ്ടിലേക്ക് എത്തി. ശക്തൻ സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾ വണ്ടിയും വെച്ചു. അവിടുന്ന് മെല്ലെ നടക്കട്ടോ. അപ്പോൾ ഈ ആകാശപാത വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് തൃശ്ശൂരേക്ക് വരുന്നത്. അടിപൊളി എന്നൊക്കെ വെച്ചാൽ ഭയങ്കര രസമായിരുന്നു കാണാൻ. പ്രത്യേകിച്ച് രാത്രിയിൽ ആകാശപാത എന്ന് പറയുന്നത് തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരുപാട് പേര് ഇങ്ങനെ കാറൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ കടന്ന് പോകാമെന്നുള്ളത് ഒരു ടാസ്ക് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഭയങ്കര ട്രാഫിക്കായിരുന്നു. അതിൻ്റെ മുകളിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഈ തൃശ്ശൂരുള്ള ഈ ആകാശപാതയിൽ കയറുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ മെല്ലെ മെല്ലെ കയറാമെന്ന് വിചാരിച്ചു. പുറത്ത് ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് കുറേ പേരൊക്കെ ആകാശപാതൻ്റെ സ്റ്റെപ്പിലിരുന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളിങ്ങനെ ആകാശപാതയിൽ കയറിയിട്ട് അപ്പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. നല്ല രസമാട്ടോ. കാരണം ട്രാഫിക്കും ക്രൗഡും DJ ലൈറ്റൊക്കെ ആയിട്ട് നല്ല കിടിലൻ മ്യൂസിക്കൽ ഫെസ്റ്റ് തന്നെയായിരുന്നു അവിടെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ മെല്ലെ ഇങ്ങനെ ആകാശപാതയിലൂടെ നടന്ന് നീങ്ങുകയാണ് അപ്പുറത്തെത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു വലിയ തിരക്കുണ്ടാവില്ല എന്ന്. പിന്നെ ഇങ്ങനെ മെല്ലെ നടന്ന് പോയപ്പോഴാണ് അപ്പുറത്തുനിന്നും ആൾക്കാർ വരുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു സ്ഥലം മാത്രം ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക്
ഈ വഴിയിലൂടെ അപ്പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരമേറിയൊരു കാര്യമായിരുന്നു. തൃശ്ശൂരിൽ തന്നെ മെയിൻ ഒരു ജംഗ്ഷനാണ് ഈ സ്വരാജ് റൗണ്ട്. കാരണം KSRTC സ്റ്റാൻഡും അതുപോലെ തൃശ്ശൂരിൽ വേണ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് സ്വരാജ് റൗണ്ടിൻ്റെ അടുത്താണ്. പിന്നെ അവിടുന്ന് ഈ ജംഗ്ഷനിൽ നിന്നാണ് നമ്മൾ തൃശ്ശൂരേക്കും അതുപോലെ തന്നെ കോഴിക്കോടേക്കും ഗുരുവായൂരേക്കും എറണാകുളത്തേക്കും പാലക്കാടേക്കും തിരിയുന്നൊരു ജംഗ്ഷനാണ് സ്വരാജ് റൗണ്ട്. അപ്പോൾ ആകാശപാതൻ്റെ മേലെ ഒരുപാട് പേരുണ്ട് കേട്ടോ. ചെറിയ കുട്ടികൾ തൊട്ടിട്ട് വയസ്സായ ആൾക്കാർ വരെ അതിൻ്റെ മുകളിലുണ്ട്. ഇപ്പം ഞങ്ങളിങ്ങനെ മെല്ലെ മെല്ലെ എഴഞ്ഞ് നീങ്ങുകയാണ്. കാരണം എന്താ വെച്ചാൽ ഭയങ്കര ക്രൗഡായതുകൊണ്ടും കൺജസ്റ്റഡ് ആയതുകൊണ്ടും മെല്ലെ പോകാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ അവിടുന്ന് തന്നെ ഞങ്ങളിങ്ങനെ വ്യൂ ഒക്കെ കണ്ട് മെല്ലെ നടന്ന് നീങ്ങുകയാണ് ഗൈസ്. അവിടുന്ന് തന്നെ പരിപാടിയാണ് നല്ല രസമായിട്ട്. എല്ലാവരും ഫോണും ക്യാമറയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അപ്പുറത്ത് ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് അതിൻ്റെ അടുത്തേക്ക് പോകാമെന്നുള്ളത് ഒന്നാമത് നമ്മളവിടെ എത്തുമ്പോൾ തന്നെ 10:45 അപ്പോൾ ആ ഒരു സമയം വൈകിയതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുള്ള കാരണം അപ്പുറത്തേക്ക് പോകാമെന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെ ആയിരുന്നു. ഞങ്ങൾ കുറേ നേരം അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ പരിപാടിയൊക്കെ നോക്കി കണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതിൻ്റെ അപ്പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തു വെച്ചാൽ വീണ്ടും പോയ വഴി തന്നെ തിരികെ നടക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. കാരണം എന്താ വെച്ചാൽ ഇപ്പുറത്ത് കൂടെ പോകാമെന്നുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഒരുപാട് പേര് അവിടെ ഇങ്ങനെ മൂവ് ചെയ്യാതെ അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വഴിയിലൂടെ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ ഞങ്ങൾ വന്ന വഴി തന്നെ തിരിച്ച് വരാമെന്ന് തീരുമാനിച്ചു. നല്ല രസമാട്ടോ. കാരണം വണ്ടികളൊക്കെ ഇങ്ങനെ എഴുന്നേന്ന് നിന്ന് കാണാൻ തന്നെ ഭയങ്കര രസമാണ് താഴത്ത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങി ഇപ്പുറത്ത് കൂടെ തന്നെ ഗ്രൗണ്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. സാധാരണ തേക്കിൻകാട് മൈതാനത്താണ് പരിപാടി നടക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം വ്യത്യസ്തമായിട്ട് സ്വരാജ് റൗണ്ടിലാട്ടോ പരിപാടി നടക്കുന്നത്. അപ്പോൾ ഒരുപാട് പോലീസുകാരൊക്കെ അവിടെ ഉണ്ട്. പരിപാടി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ഇപ്പുറത്ത് ഭയങ്കര സങ്കടമുണ്ട്. കാരണം ഒരു വർഷം പോവുകയാണ്. പക്ഷെ ഇപ്പുറത്ത് അതിലും വലിയ സന്തോഷമാണ് പുതിയൊരു വർഷം പിറവിയെടുക്കാന്നുള്ളത്. സ്കൂൾ കുട്ടികൾ, അതുപോലെ കോളേജ് കുട്ടികൾ, പ്രായമുള്ളവർ, വീട്ടമ്മമാർ, അതുപോലെ ഒരുപാട് സ്ത്രീകൾ എല്ലാവരും ഉണ്ട് കേട്ടോ. സാധാരണ നമ്മൾ ഫോർട്ട് കൊച്ചിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇടങ്ങേറാണ്, ശ്വാസം മുട്ടൽ, തിരക്കിൻ്റെ ഇടയിൽ പെടൽ. പക്ഷെ ഇവിടെ കൺട്രോൾ ചെയ്യാവുന്നൊരു തിരക്ക് തന്നെയായിരുന്നു ഇവിടെ ഉള്ളത്. തീർച്ചയായും കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ. അതുപോലെ തന്നെ വലിയ നഗരങ്ങളിലൊന്നാണ് തൃശ്ശൂർ എന്നുള്ളത്. ഒരുപാട് പേരുണ്ട് കേട്ടോ. തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മാത്രമല്ല അപ്പുറത്തുള്ള ജില്ലയിൽ നിന്നൊക്കെ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പിള്ളേരൊക്കെ അവിടെ അർമാദിക്കായിരുന്നു. അപ്പം ഞങ്ങളും വിട്ടുകൊടുത്തില്ല. ഞങ്ങളും അതിനൊപ്പം ചുവട് വെച്ചു കേട്ടോ. ഇപ്പോൾ DJ ലൈറ്റിൻ്റെ കൂടെയാണ് ഞങ്ങളിങ്ങനെ ഡാൻസൊക്കെ കളിക്കുന്നത്. ഇപ്പം ഞങ്ങൾ പാട്ടിൻ്റെ കൂടെ ഇങ്ങനെ തുള്ളാം കേട്ടോ. ഒന്നും നോക്കിയില്ല. നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ഞങ്ങളും എല്ലാം മറന്ന് കളിക്കുകയാണ്. കാരണം പുതിയൊരു വർഷം വരികയാണ്. കഴിഞ്ഞ വർഷം സംഭവിച്ച എല്ലാ നഷ്ടങ്ങളും മറന്ന് പുതിയൊരു വർഷങ്ങളിൽ നേടാവുന്ന നേട്ടങ്ങൾ മാത്രം ആലോചിച്ചുകൊണ്ടാണ് എല്ലാവരും കളിക്കുന്നത് കേട്ടോ. കുറേ പേര് മേത്തൊക്കെ ലൈറ്റ് വെച്ചിട്ടാണ് നടക്കുന്നത് കേട്ടോ. അത് എത്രത്തോളം ഡേഞ്ചറാണെന്ന് അറിയില്ല. പക്ഷെ കുറേ പേരൊക്കെ മേത്തിങ്ങനെ
ലൈറ്റൊക്കെ വെച്ചിട്ടായിരുന്നു ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് കാണുമ്പോൾ തന്നെ ഭയങ്കര രസമായിരുന്നു DJ ലൈറ്റൊക്കെ ആയിട്ട്. അങ്ങനെ ഏകദേശം 10:45 കഴിഞ്ഞ് 11 മണി കഴിഞ്ഞ് 11:30 കഴിഞ്ഞ് ഏകദേശം 12 മണി ആവാറായിട്ടോ. പുതിയ വർഷത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂരുള്ളവരും അവിടെ എത്തിയവരെല്ലാവരും ഇങ്ങനെ അടിച്ച് പൊളിക്കായിരുന്നു. ഇപ്പോഴും അതിൻ്റെ മുകളിൽ ഭയങ്കര തിരക്ക് തന്നെയാണ്. ഒരുപാട് പേര് അവിടെ നിന്നിട്ടാണ് പരിപാടി കാണുന്നത്. ഞങ്ങളിങ്ങനെ അകത്തേക്ക് കയറിട്ടോ. അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഒരുപാട് പേര് ചെയറിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. ചേച്ചിമാരാണെങ്കിലും കുട്ടികളാണെങ്കിലും കുറേ പേര് ചെയറൊക്കെ താഴെ വെച്ചിട്ടുണ്ടായിരുന്നു ഡാൻസ് കളിച്ചത്. അങ്ങനെ നമ്മുടെ 2024 പുതിയൊരു വർഷം, എത്ര പെട്ടെന്നല്ലൊരു വർഷം കടന്നു പോയത്. കണ്ണടച്ച് തുറക്കും മുന്നെയാണ് ഒരു വർഷം കടന്നു പോയത്. ഒരുപാട് പേര് അതിൻ്റെ ഉള്ളിലുണ്ട്. എല്ലാവരും പുതിയ വർഷത്തെ ആഘോഷമായിട്ട് തന്നെ ഗംഭീരമായിട്ട് വരവേൽക്കട്ടോ. അടിപൊളി ഒരു മ്യൂസിക്കൽ ഫെസ്റ്റ് തന്നെയായിരുന്നു തൃശ്ശൂരിൽ നടന്നത്. അങ്ങനെ 2024 എത്തിയിട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, നല്ലൊരു വർഷമാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് കേട്ടോ. അങ്ങനെ അടിപൊളി ഒരു ന്യൂ ഇയർ ആഘോഷം കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹാപ്പി 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 ന്യൂ ഇയർ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഓരോ സപ്പോർട്ടാണ് എല്ലാവരുടെയും വിജയം. കാരണം എന്താ വെച്ചാൽ ഇനിയും ഒരുപാട് വീഡിയോകളായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തരുള്ളൂ.